of God. God through evangelist Shaji Joseph. എറണാകുളം പ്രാർത്ഥനാലയത്തിൽ നടന്ന ദൈവരാജ്യത്തിന്റെ പരിശീലനത്തിൽ നിന്ന്. വെൽക്കം ടു ദ ടീച്ചിങ് മിനിസ്ട്രി ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദൈവവചന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ വരുന്നു. ദൈവ ആത്മാവ് എടുത്തു തരുന്ന വചനത്തിന്റെ മേൽ പണിതാൽ അതിനെ തോൽപ്പിക്കാൻ യൂണിവേഴ്സിലെ ഒരു ശക്തിക്കും പറ്റുകയില്ല. കിങ്ഡം ട്രെയിനിങ്. നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ സമയത്തിലാണ്. ദൈവം പ്രവർത്തിക്കുന്ന നിത്യതയിലാണ്. സ്തോത്രം. മനുഷ്യൻ പ്രവർത്തിക്കുന്ന സമയത്തിലാണ്. കിങ്ഡം ട്രെയിനിങ്. യഥാർത്ഥ ദൈവമക്കളെ ഇതിൽ പ്രവർത്തിക്കുന്നറിയാമോ? സമയത്ത് അവര് പ്രവർത്തിച്ച് നിത്യതയിൽ അവർ ജീവിക്കും. കിങ്ഡം ട്രെയിനിങ്. ഈ ലോകത്തിലെ ലോകമക്കളും ഇതറിയാത്ത രീതിയിൽ പോകുന്ന ദൈവമക്കൾ എന്ന് പറയുന്ന ലോകമക്കളും ഇവര് ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ യഥാർത്ഥ മക്കൾ മരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. കിങ്ഡം ട്രെയിനിങ്. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു ആണെങ്കിൽ, കാരണം എന്റെ ജീവിതം ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുകയല്ല, ജീവിക്കുന്നുവെങ്കിൽ എന്റെ മരണം എനിക്ക് ലാഭമാണ്. കിങ്ഡം ട്രെയിനിങ്. മരണം ലോകത്തിന് ദുഃഖമാണ്. യഹോ ഭക്തന്റെ മരണം സ്വർഗത്തിൽ സന്തോഷമാണ്. തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. സ്തോത്ര. ഹല്ലേലൂയ. കാരണം എന്റെ മോൻ കോഴ്സ് കഴിഞ്ഞ് വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? അവൻ കോഴ്സ് കഴിഞ്ഞ് വരികയാ. സ്വർഗത്തിൽ അത് ഭയങ്കര സന്തോഷമാണ്. ഹാപ്പി ഡെത്ത് ഡേ. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ അല്ലേ പറയുന്നേ? അല്ലേ? സമ്മാനം കൊടുത്താക്കുന്നേ ഇല്ലേ? സ്വർഗത്തിൽ ഹാപ്പി ഡെത്ത് ഡേ. സഭാപ്രസംഗം 7 അധ്യായം പറയുകയാണ്, കുഞ്ഞെ, നിന്റെ ബർത്ത്ഡേയേക്കാൾ നല്ലത് നിന്റെ ഡെത്ത് ഡേ. സ്തോത്രം. നിന്റെ ജന്മദിവസത്തേക്കാൾ നിനക്ക് നല്ലത് നിന്റെ മരണ ദിവസമാണ്. സ്തോത്ര. നമ്മളെ സംബന്ധിച്ച മരണം എന്ന് പറയുന്നത് വലിയൊരു കഷ്ടമാണെങ്കിൽ യഥാർത്ഥ ദൈവപൈതലെ മനസ്സിലാക്കിക്കോ, മരണം എന്ന് പറയുന്നത് നിന്റെ പ്രമോഷനാണ്. കിങ്ഡം ട്രെയിനിങ്. ഈ വലിയൊരു കാടായി തീർന്നു. ഇനി എന്ത് ചെയ്യണം? ഒന്ന് ചിന്തിച്ചേ. ഈ കാട് മുഴുവൻ നേരത്തെ എവിടെ ഇരുന്നിരുന്നേ? ഒരു കൊച്ചു ചക്കക്കുരുവിന്റെ ഉള്ളിലായി ഇത്രയും വലിയ കാട് ഇരുന്നിരുന്നേ. മനസ്സിലായോ? വിത്തിന്റെ ശക്തി മനസ്സിലായോ? ഇതാണ് വിത്തിന്റെ ശക്തി. സ്തോത്രം. ഇതുപോലെ വചനമാകുന്ന വിത്തിന്റെ ശക്തി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇതേപോലെ തന്നെ ആദം എന്നൊരൊറ്റ വിത്തെ കർത്താവ് വിട്ടോളൂ. ആ വിത്തിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മളെല്ലാം അതിന്റെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? നാളെ ജനിക്കാൻ പോണവനും അതിന്റെ ഉള്ളിലുണ്ട്. സ്തോത്ര. എല്ലാ സമയത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ജെറമിയോട് പറയുന്ന കാര്യമില്ലേ? ജെറമിയ 1:5 കർത്താവ് പറയുന്ന കാര്യമുണ്ട്. ഒന്ന് വായിച്ച്. ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ആ യൂണിഫോമിന്റെ ഉള്ളിൽ ഉരവാകുന്നതിന് മുമ്പ്, യൂണിഫോം ഉണ്ടല്ലോ, ഏതാ യൂണിഫോം? ശരീരം. ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. കാരണം നീ ആദത്തിനുള്ളിലുണ്ടായിരുന്നു. സ്തോത്രം. മനസ്സിലായോ? പിന്നെ നീ ആദത്തിന്റെ ഉള്ളിൽ ഉരുവാകുന്നതിന് മുമ്പ് എനിക്കറിയാം. കാരണം ആദത്തിന്റെ ഉള്ളിൽ ഉരുവാകുന്നതിന് മുമ്പ് നീ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. മനസ്സിലായോ? നീ എവിടെന്നാ പോന്നേ? അപ്പോഴല്ലേ നീ പുറത്തേക്ക് വന്നേ? ഇല്ലേ? ആ ഒരൊറ്റ ഊതില് രക്തം ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് നമ്മളെ കുറിച്ചൊക്കെ
നന്നായിട്ടറിയാം. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ആദം എന്ന വിത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ദൈവം ഓരോരുത്തർക്കും ഓരോ സമയം വെച്ചിട്ടുണ്ട്. ഇന്ന സമയത്ത് മേരി പോണം, ഇന്ന സമയത്ത് പത്രോസ് പോണം, ഇന്ന സമയത്ത് ശാന്തമ്മ പോണം, ഇന്ന സമയത്ത് ജോൺസൺ പോണം. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ താഴേക്ക് വന്നു. ലോകമാകുന്ന ഫിൽറ്ററിലൂടെ നമ്മൾ ഓരോരുത്തരും മുന്നോട്ടേക്ക് പോവുകയാണ്. ഇവിടെയാണ് ആ ചെക്ക് പോസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോ വേൾഡ് ഈസ് ലൈക്ക് എ ഫിൽറ്റർ. അതായത് ഈ ലോകം എന്ന് പറയുന്നത് ഒരു അരിപ്പയ്ക്ക് തുല്യമാണ്. അരിപ്പയ്ക്ക് തുല്യം പിശാചാണ് ഇവിടുത്തെ ലീഗലല്ല, ഇല്ലീഗലായിട്ടുള്ള റൂളർ. ഇതാണ് ഹേഡിസ് അല്ലെങ്കിൽ ഗഹന എന്ന് പറയുന്ന ആ രണ്ട് ഭാഗങ്ങൾ. രണ്ട് തട്ടായിട്ട് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഈ ഭാഗമാണ് ധനവാൻ കിടന്നിടം. ആ താഴ്ന്ന് കാണിച്ചിരിക്കുന്നുണ്ടോ, യാതന സഹിക്കുന്ന ഇടം. പിന്നെ ഇതിന്റെ നടുവിൽ ഒരു ഗർത്തം കാണിച്ചിരിക്കുകയാണ് റെഡ് കളറില്. ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു വലിയ ഒരു ഗർത്തം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തുടർന്ന് ഇത് ഗഹന്ന. ഇവിടെയാണ് അബ്രഹാമും ലാസറും മരിച്ച വിശുദ്ധന്മാരെല്ലാം ആയിരുന്നത്. എന്നാൽ ഇതിന്റെ താക്കോൽ സാത്താന്റെ കയ്യിലായിരുന്നു. യേശു ക്രിസ്തു ഈ അധികാരം, താക്കോൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അധികാരമാണ് കേട്ടോ. കീ എന്ന് പറയുമ്പോൾ എപ്പോഴും അധികാരം. നമ്മളെപ്പോഴും പെട്ടെന്ന് ഈ താക്കോലിന്റെ കാര്യത്തിൽ പോകും. അധികാരമാണ്. ഈ അധികാരമാണ് കാൽവരി ക്രൂശിലെ യാഗത്തിന് ശേഷം കർത്താവ് പിടിച്ചു വാങ്ങുവാനായിട്ട് ഇടയായ. തുടർന്ന് ഇവിടെ ഉള്ളവരെ മുഴുവൻ കർത്താവ് ഉയരത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ ഗേറ്റിൽ, ഈ ഗേറ്റ് ഈ യേശുവിനെ സ്വീകരിച്ച ആർക്കും ഗേറ്റ് ഇല്ല. അതായത് പിശാചിന്റെ ഗേറ്റ്, അതായത് ഗേറ്റ് ഓഫ് ഹേഡിസ്, അതായത് പാതാളത്തിന്റെ ഗേറ്റ്, ചെക്ക് പോസ്റ്റ്. ഇനി അതിവിടെ കടക്കേണ്ട ആവശ്യം ഇല്ല. ഇനി നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെട്ട യൂണിഫോം, ശരീരം എന്ന യൂണിഫോം ഇവിടെ ഇട്ട് ഇവിടുന്ന് മാറ്റപ്പെട്ടാൽ നമ്മൾ നേരെ നമ്മളായിരിക്കുന്ന പൊസിഷനിൽ തന്നെ ഫില്ലാവും. ഇതാണ് ക്രിസ്തുവിന്റെ സഭ. ഇത് ശിരസ്. ചിന്തകൾ മുഴുവൻ, തല ക്രിസ്തു എന്ന് പറഞ്ഞാൽ ചിന്തകൾ മുഴുവൻ ക്രിസ്തുവിൽ നിന്ന്. നമ്മുടെ ചിന്തകൾ ഉപയോഗിക്കരുത്. കാരണം കറക്റ്റഡാ. നമ്മളെ ചിന്തകൾ ഉപയോഗിച്ചാൽ നാം പരാജയപ്പെടും, സ്ട്രഗിളിൽ പെടും. ഒരു സ്ട്രഗിളിൽ പെട്ടാൽ നമ്മുടെ സമയം വളരെ നഷ്ടമാകും. കാരണം സമയമാണ് കളയാത്ത നമുക്ക് വേണ്ടത്. പിശാച് വളരെ തന്ത്രശാലിയാ. ഇന്ന് ദൈവജനത്തിന്റെ, ദൈവദാസന്മാരുടെ സമയം പുള്ളി അപഹരിക്കുകയെ. എങ്ങനെ? അവരെ ബിസിയാക്കും. എന്തിൽ? അവരുടെ ഇഷ്ടമുള്ള പ്രവൃത്തികളിൽ അവരെ ബിസിയാക്കും. അവരുടെ ഇഷ്ടമുള്ള പ്രവൃത്തികളിൽ ബിസിയാക്കിയിട്ട് ദൈവത്തിന്റെ ഇഷ്ടമുള്ള പ്രവൃത്തികൾ കേൾക്കുവാനോ ചെയ്യുവാനോ അവർക്ക് സമയം കൊടുക്കില്ല. എപ്പോ ചോദിച്ചാലും ബിസി. വൈ ബിസി? ഏതില്? ഭയങ്കര തിരക്ക്. അവിടെ പരിപാടി, ഇവിടെ പരിപാടി, ഇവിടെ പരിപാടി, ഇവിടെ പരിപാടി, ഇവിടെ പരിപാടി, ഇവിടെ പരിപാടി, ഇവിടെ പരിപാടി. They are busy for wrong assignment. അവനവന്റെ ഇഷ്ടത്തിലുള്ള കുറെ അസൈൻമെന്റുകളിലെ തിരക്കാ. സമയം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലാറ്റ്ഫോം കറൻസിയാ. ഇതൊരു കറൻസിയാ സമയം. പ്ലാറ്റ്ഫോം കറൻസി. ഈ കറൻസി കൊണ്ട് നമുക്ക് വിലയ്ക്ക് വാങ്ങാം ജീവൻ. സമയത്തിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന രണ്ട് കറൻസിയാണ്. ഒന്ന് എക്കണോമിക് കറൻസി, നമ്മുടെ പോക്കറ്റിലുള്ള രൂപ, ദിർഹം, ദിനാർ, ഡോളർ. ഇതുകൊണ്ട് എക്കോണമിയിലുള്ള സാധനങ്ങൾ വിലയ്ക്ക് വാങ്ങാം. സാരി, ചുരിദാർ, ഷർട്ടൊക്കെ വിലയ്ക്ക് വാങ്ങാം. അതിന്റെ മുകളിൽ അതോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന സമയം എന്ന പ്ലാറ്റ്ഫോം കറൻസിയുടെ മുകളിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു കറൻസിയാണ് ദൈവവചനം. ഈ കേട്ട വചനം ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാം. കേട്ട വചനം, രേമാവചനം, പാറ.
പക്ഷെ ഇത് രണ്ടും വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ അടിയിൽ പ്ലാറ്റ്ഫോം കറൻസി സമയം വേണം. മനസ്സിലായോ? പിശാചിന്റെ മെയിനെയും ഇവനാകപ്പാടെ ഇവിടുന്ന് ഈ പോയിന്റിന് ഇത്രത്തോളം വരാൻ ചിലപ്പോ 45 വർഷം ആകപ്പാടെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. 45 വർഷം ഇവന് കൊടുത്തിട്ടുള്ളെങ്കിൽ പിശാചിന്റെ ലക്ഷ്യം അവന്റെ സേനയോട് പറയും, അവന്റെ ഈ 45 വർഷം അങ്ങ് അപഹരിച്ചേര്. ഇവൻ ദൈവ ഇഷ്ടം എന്തെന്ന് കേൾക്കരുത്, കേട്ടാലേ ചെയ്യൂ. കേൾക്കരുത്, 2 കേട്ടാലും മറപ്പിക്കണം, അവനെ കൊണ്ട് ചെയ്യിക്കരുത്. സ്തോത്രം. ദൈവിഷ്ടം കേട്ടാൽ അവൻ സ്വർഗാവകാശമൊന്നും ആക്കത്തില്ലല്ലോ, ചെയ്താലല്ലേ അവകാശമാക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവനെ കേൾപ്പിക്കരുത്, ഇവനെ അങ്ങ് ബിസിയാക്കണം. എന്തിൽ? ഇവന്റെ ചിന്തയിൽ നല്ലതെന്ന് തോന്നുന്ന പലതിലും ഇവനെ ബിസിയാക്കണം. മനസ്സിലാവുന്നുണ്ട് എനിക്ക്? അവന്റെ ചിന്തയിൽ നല്ലതെന്ന് തോന്നണം, അതിൽ ബിസിയാക്കണം. ഇവിടെ നോക്കിയേ പ്രിയരെ, നല്ലത് ചെയ്തത് കൊണ്ടല്ല നമ്മൾ സ്വർഗം അവകാശമാക്കുന്നേ. നാം ദൈവഹിതം അത് ഒന്നേ ഉള്ളൂ. റൈറ്റ് കാര്യങ്ങളെ ചൂസ് ചെയ്താൽ നാം അവകാശമാക്കും. ഗുഡ് ആൻഡ് റൈറ്റ് 2 വ്യത്യാസമാണ്. ഞാൻ കുറെ നല്ല കാര്യങ്ങളെ ചെയ്തു, അതല്ല ദൈവത്തിന് വേണ്ടേ. ദൈവത്തിന് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തെയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെ ഒരു മാരുതി കാറുണ്ട്. ആ മാരുതി കാറിന് ടയർ പോയാൽ ഒരു മെഴ്സിഡീസ് ബെൻസിന്റെ കാർ ടയറും കൊണ്ട് വന്നിട്ട് ഒരു കാര്യം, കൊണ്ടുവന്നവൻ വളരെ വില മുടക്കി നല്ല നാന്തരം ടയർ മേടിച്ചുകൊണ്ട് വന്നു. പക്ഷെ മാരുതിക്ക് ചേരുവോ? മാരുതിക്ക് ചേരില്ല. മാരുതിക്ക് വേണ്ടത് ഗുഡല്ല വേണ്ടത്, മാരുതിക്ക് വേണ്ടത് റൈറ്റാ വേണ്ടേ. മനസ്സിലായോ? നല്ല മെറ്റീരിയൽ അല്ല വേണ്ടേ, കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാ വേണ്ടേ. ഇതേപോലെ പ്രിയ ദൈവദാസന്മാരെ, ദാസിമാരെ, ഈ ഒരു വാക്യം വായിച്ചുകൊണ്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാവുന്നു. നാം ചെയ്തു പോരേണ്ടതിനെ ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ ഒരു രഹസ്യം ദൈവദാസന്മാർ മനസ്സിലാക്കുക. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. പിന്നെ ശ്രദ്ധിച്ചോളണം, നാം ചെയ്തു പോരേണ്ടത്, ഞാൻ ചെയ്തു പോരേണ്ടതിന് ഇനി അത് ഞാൻ കണ്ടുപിടിക്കണ്ട, ഇനി ഞാനത് കണ്ടുപിടിച്ച് നടക്കണ്ട. കർത്താവ്, അയ്യോ എന്റെ മോൻ പാപ്പച്ചൻ PTH കഴിഞ്ഞല്ലോ, ഇനി ഞാൻ അവനെ എവിടെ കൊണ്ട് ഒരു പാസ്റ്റർ ആക്കും എന്ന് ചിന്തിക്കുന്നില്ല. മനസ്സിലായോ? ചിന്തിക്കുന്നില്ല. കർത്താവ് പറയുകയാണ്, കർത്താവ് ഇതെന്ത് ചെയ്തിരിക്കുക? മുന്നമേ ഒരുക്കിയിരിക്കുകയാണ്. നാം ഓരോരുത്തരും ജനിക്കുന്നതിന് മുമ്പ്, ജെറമ്യ ജനിക്കുന്നതിന് മുമ്പ് ജെറമ്യയെ പ്രവാചകനായി നിയമിച്ച ദൈവം. ഇനി ജെറമ്യ വേറെ എവിടെയെങ്കിലും പോയി ഇനി അവിടെ പാസ്റ്ററാകാൻ പോകണ്ട, വേറെ ശുശ്രൂഷയ്ക്ക് പോകണ്ട, വേറെ ഏത് ശുശ്രൂഷയ്ക്ക് ആ ജെറമ്യ പോയാലും അവന് പരാജയമായിരിക്കും. ഒരല്പ ദിവസങ്ങളിൽ നന്നായിട്ട് കൊണ്ടുപോയിട്ട് പിശാച് അവിടെ കൊടുക്കും. സ്തോത്രം. ദൈവം മുൻനിയമിച്ചത് എന്താണോ അത് മനസ്സിലാക്കി അവിടെ ഉറയ്ക്കണം. മനസ്സിലായോ? അവിടെയാണ് നമുക്ക് ജയം. അവിടെ നമുക്ക് സകല സപ്ലൈയും ഉണ്ട്. അല്ലാത്ത മേഖലയിൽ നമ്മൾ കരയേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഇത് ധ്യാനിക്കുക. ഞാൻ ചെയ്തു പോരേണ്ട പ്രവൃത്തി ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നൊരുക്കിയിട്ടുണ്ട്. ഞാൻ അത് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. സ്തോത്രം. അതിലാണ് എനിക്ക് പ്രതിഫലമുള്ളത്. സ്തോത്രം. ഈ ചിന്ത, കർത്താവേ എന്നെ എന്തിനു വേണ്ടിയാണ്, ഏത് പ്രവൃത്തി ചെയ്യാനാണ് അങ്ങ് മുന്നൊരുക്കിയത്, എനിക്ക് പറഞ്ഞു തരണമേ, അത് മനസ്സിലാക്കി അത് ചെയ്യാം. സ്തോത്രം. ഇവിടെ നോക്കിയേ, എന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. കർത്താവ് ഫോൺ അടിക്കാൻ പറഞ്ഞു, വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇപ്പോ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഫോൺ അടിക്കുക. കർത്താവ് പറഞ്ഞതിൽ നമ്മൾ ചെയ്താൽ സോഴ്സ് പ്രൊവിഷൻസ് ഒക്കെ എത്തിയിരിക്കും. കർത്താവ് പറയാത്തോടത്ത് പോയി നമ്മൾ നിന്നാൽ ഒരു സോഴ്സും വരത്തില്ല. നമ്മൾ കിടന്ന് കരയും. ചെറുവിരൽ പറയുക, കാലിലെ ചെറുവിരല, ഞാൻ മടുത്തു, എത്ര ഈ ഷൂവിന്റെ ഉള്ളിൽ കിടന്ന് ഞാൻ എത്ര നാളാ ഇനി ഇങ്ങനെ കഴിയണേ, എനിക്ക് വയ്യ ഈ ഷൂവിന്റെ ഉള്ളിൽ കിടക്കാൻ. അതുകൊണ്ട് എനിക്കിനി മൂക്കിരിക്കുന്നോടത്തിരിക്കണം.
ചെറുവിരൽ ഒരിക്കലും വന്നിട്ട് അവിടെ നിന്ന് മുറിഞ്ഞ് മൂക്കിന്റെ അവിടെ വന്നിരുന്നു. ചെറുവിരൽ എന്നാണോ അവിടെ വന്നിരുന്നേ അന്ന് മുതൽ ചെറുവിരലിന്റെ സപ്ലൈ അവസാനിച്ചു, ബ്ലഡ് സപ്ലൈ അവസാനിച്ചു, അതിനോട് കിട്ടുന്ന ഇൻഫർമേഷൻസ് അവസാനിച്ചു. ശരിയല്ലേ? ശരിയല്ലേ? ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ദൈവം വെക്കാത്ത മേഖലയിലേക്കാണ് നമ്മൾ സ്ലിപ്പ് ചെയ്തു പോകുന്നതെങ്കിൽ നമുക്കുള്ള സപ്ലൈ, ദൈവം വെച്ച മേഖലയിലാണ് ഇരുത്തിയിരിക്കുന്നത്, തലയ്ക്കാണ് റെസ്പോൺസിബിലിറ്റി, സപ്ലൈ എല്ലാം എത്തിക്കുക. മനസ്സിലായോ? ദൈവം അത് എത്തിച്ചിരിക്കും. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചുകളെ. സ്തോത്രം. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തി നമ്മളുടെ സമ്മതം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ശക്തി ദൈവത്തിന്റെ സമ്മതമല്ല, ദൈവത്തിന്റെ ശക്തിയും നമ്മുടെ സമ്മതം. നമ്മളുടെ അവൈലബിലിറ്റി ആൻഡ് ഹിസ് എബിലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ദൈവത്തിന് നമ്മുടെ അവൈലബിലിറ്റി മതി, സമയം എന്ന കറൻസി നമ്മൾ കൊടുത്താൽ മതി. സ്തോത്രം. നമ്മൾ കൊടുക്കാത്തതാ, നമ്മൾ കൊടുക്കാത്ത ഏതാ? കർത്താവ് എല്ലാം സമർപ്പിക്കുന്നു, കർത്താവ് എല്ലാം സമർപ്പിക്കുന്നു, കർത്താവ് എല്ലാം സമർപ്പിക്കുന്നു. പാമനെ സമയമില്ല, സമയം ഇല്ല. പിന്നെ നീ എന്തിനു കൊണ്ടുപോവാ സമയം? ലോകത്തിന്, ലോകത്തിന്. മനസ്സിലായോ? സ്തോത്രം. നമ്മുടെ അവൈലബിലിറ്റി ഇല്ലാതെ കർത്താവിന്റെ വേല നടക്കില്ല. കർത്താവിന്റെ ഹിതം ചെയ്യണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആ സമയത്തിൽ അല്പം കൊടുക്കാതെ കാര്യം നടക്കില്ല. കൊടുത്തേ പറ്റൂ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത് കൊടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, ബിസിനസ്സില് എനിക്ക് ഭയങ്കര ആഗ്രഹം ബിസിനസ് ചെയ്യണമെന്ന്. അങ്ങനെ ബിസിനസ്സിൽ കർത്താവ് വളർത്തിക്കൊണ്ടുവന്നു. അപ്പൊ ഞാൻ തന്നെ ഓരോ രാജ്യങ്ങൾ ഇങ്ങനെ സന്ദർശിക്കാനൊക്കെ തുടങ്ങി, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. ചൈനയിൽ പോയി, ഹോങ്കോങ്ങിൽ പോയി, സിംഗപ്പൂരിൽ പോയി, റഷ്യയിൽ പോയി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി. അവസാനം റഷ്യയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ ഞാൻ അവിടെ പോയി വിസയൊക്കെ അടിച്ചു. എന്റെ പാസ്പോർട്ടിൽ വിസയൊക്കെ അടിച്ചു. $500 കൊടുത്ത് വിസയൊക്കെ അടിച്ചു. എന്നിട്ട് ഞാൻ ദുബായിലൊരു റാസൽഖൈമ ദുബായിലൊരു സ്ഥാപനം തുടങ്ങി. അപ്പൊ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതിയാ. റഷ്യയിൽ പോയി വിസയും അടിച്ചു, തിരിച്ചു വന്നു. അപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നേ. നിനക്ക് പോണെങ്കിൽ പോകാം, പക്ഷേ പിന്നെ എനിക്ക് തരാൻ നിന്റെ കയ്യിൽ സമയം ഉണ്ടാവില്ല. കാരണം നിനക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ആ എക്സ്റ്റെൻഡ് ചെയ്തത് നിനക്ക് നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നിന്റെ സമയം എന്ന കറൻസി നീ അവിടെ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. നിങ്ങൾ നോക്കിക്കോ, എവിടെയാണോ നിങ്ങളുടെ സമയം എന്ന കറൻസി നിങ്ങൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ പാർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. സമയം എന്ന കറൻസി എവിടെയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്, ആ പാർട്ടല്ലേ വളർന്നേ. ശരിയല്ലേ? നിങ്ങൾ ഇന്നൊരു നേഴ്സാണെങ്കിൽ ആ നേഴ്സിംഗ് പഠിക്കുവാനും അതിന്റെ പ്രാക്ടിക്കലുമായിട്ട് നിങ്ങൾ സമയം എന്ന കറൻസി ഇൻവെസ്റ്റ് ചെയ്തില്ലേ? മറ്റേത് നിങ്ങൾ ചില ബിസിനസ്സുകാരനായിരിക്കും, ജോലിക്കാരനായിരിക്കും, ഏത് വിഷയത്തിലാണോ അതിന് നിങ്ങളുടെ മേജർ ടൈം എന്ന കറൻസി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളവിടെ എത്തിയേ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും, അഭിഷിക്തനായ ഒരു ദേവദാസനായണോ ദാസിയാണോ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ മുടക്കാൻ എന്തില്ല? കറൻസി ഇല്ല. സമയം എന്ന കറൻസി ഇല്ല. സമയം എന്ന കറൻസി വേണം, എങ്കിലേ നടക്കൂ. നമുക്ക് നിക്ഷിപ്തമായിട്ടുള്ള ആ സമയം എന്ന കറൻസി മാത്രമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഒന്നും നമുക്കില്ല. ഉള്ളത് കൊണ്ട് നമ്മുടെ സമയത്തിന്റെ നല്ല മാനേജർമാരായാൽ
സ്വർഗത്തിലെ ദൈവം നമ്മൾ ബുദ്ധിയുള്ളവരെന്ന് വിളിക്കും. സമയത്തിന്റെ നല്ല മാനേജർമാരായിരിക്കും. കാരണം നമുക്കുള്ള സമയത്തെ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല, പക്ഷെ ഉള്ളതിനെ നന്നായിട്ട് മാനേജ് ചെയ്യാം. നമുക്ക് സ്ക്രീനിൽ കാണാം, നോക്കിയേ. നമ്മളുടെ ഓരോരുത്തരുടെയും ഭൂമിയിലെ ജനനം, നമുക്കൊരു യൂണിഫോം കിട്ടി, മണ്ണുകൊണ്ടുള്ള ഒരു ഉടുപ്പ് അത് കിട്ടി. നമ്മൾ അവിടെ നിന്ന് ഈ ശവപ്പെട്ടി വരെ എത്തുന്ന സമയം, ഈ ഡോട്ടഡ് ലൈൻ, ഇത് കണ്ടോ? ഈ ഡോട്ടഡ് ലൈൻ ദൈവം നമുക്ക് ദാനമായി തന്നതാ. ഈ സമയം കുഞ്ഞെ, ദൈവദാസനെ, ദാസിയെ, ഇതിലൊരൽപ്പം പോലും കൂടുതൽ കിട്ടത്തില്ല. ചിന്തിക്കരുത്, ഒരൽപ്പം പോലും കൂടുതൽ കിട്ടത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, ആത്മഹത്യ ചെയ്താൽ മതി. ചെയ്യാൻ പോകരുത് കേട്ടോ, പിന്നെ നേരെ നരകത്തിലേക്ക് പോകും. ഒരു കൺസെഷൻ ഉണ്ടാവില്ല. ശ്രദ്ധിച്ചേ. എന്നാൽ ഈ ഒരു സമയം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക്. നോക്കിയേ, ഞാൻ ഈ സമയം അങ്ങനെ തന്നെ മുറിച്ചെടുത്ത് ഇവിടെ വെച്ചു. ഇതുകൊണ്ട് 2 ഗ്രീൻ ലൈൻ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു. ഇതിൽ ഉപയോഗപ്രദമായ സമയം എന്ന് പറയുന്ന കുറച്ചേ ഉള്ളൂ. കാരണം ഇതുകൊണ്ട് ഈ ഗ്രീൻ ലൈൻ്റെ അപ്പുറത്തേക്ക് ഇട്ട് മാറ്റി. ഇത് കൊച്ചു വളരാൻ സമയം വേണ്ടേ, സ്കൂളിൽ പോകണ്ടേ, പഠിക്കണ്ടേ? ആ സമയം ഈ കുഞ്ഞിന് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവകാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ ഈ അവസാനം കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം അവസാനമാകുമ്പോൾ നമ്മുടെ ബോഡി വീക്കാകും. നമുക്ക് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കും, പക്ഷെ ശരീരം പോവില്ല. മനസ്സിലായോ? അപ്പൊ അപ്പുറം 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാലൻസ് ഇത്രയും ഭാഗം ഇട്ടിട്ടുള്ളൂ. കാരണം ഇത്ര ഞാൻ എടുത്തില്ല, കാരണം ഉറങ്ങാൻ വേണ്ടേ 3-1. അപ്പൊ അത് ഉപയോഗിക്കാനും പറ്റില്ല. ശരിയല്ല ഞാൻ ഈ പറഞ്ഞതൊക്കെ? സമയത്തിന്റെ നല്ല മാനേജർമാരാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് എങ്ങനെയാ ജ്ഞാനമുള്ള ഹൃദയം കിട്ടണേ? സ്തോത്രം. എപ്പോഴാണോ നമ്മൾ ഈ കൗണ്ടിങ് തുടങ്ങണേ, അപ്പോൾ നമുക്ക് ജ്ഞാനമുള്ള ഹൃദയം ലഭിക്കും. ദൈവത്തിന്റെ വചനം പറയുകയാണ്, 90 സങ്കീർത്തനം 12-ാം വാക്യം പറയുകയാണ്, ജ്ഞാനമുള്ള ഒരു ഹൃദയം ലഭിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതായത് നിന്റെ സമയത്തിന്റെ നല്ലൊരു മാനേജറായി നീ തീരണമെന്ന്. മനസ്സിലായോ? എത്രത്തോളം സമയമാണ് ദൈവം തന്നിരിക്കുന്നത്, അതിന്റെ നല്ലൊരു മാനേജറായിട്ട് തീരണം. സമയം ഒരു കറൻസിയാണ്. ആ കറൻസി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ദൈവം ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല. ദിവസവും രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോ നമ്മുടെ സ്വർഗീയ പിതാവ് ആരോട് യാതൊരു പക്ഷപാതവും കാണിക്കാതെ 24 മണിക്കൂർ നമ്മുടെ ഓരോരുത്തരും പോക്കറ്റിലിട്ട് തന്നില്ലേ? പോക്കറ്റിലിട്ട് തന്നതാ. എന്നിട്ട് പറഞ്ഞു, മോളെ പൊക്കോ, മോനെ പൊക്കോ, ഈ 24 മണിക്കൂർ ഞാൻ നിനക്ക് തന്നത്, നീ എന്ത് കാണിക്കുന്നു എന്ന് എനിക്ക് നോക്കണം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ആ ഒരു അല്പം സമയം നമുക്കിവിടെ ഉള്ളത്, നമ്മൾ വ്യക്തമായിട്ട് ആ സമയം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ ആ പർട്ടിക്കുലർ ഭാഗത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് എന്താണോ ദൈവം നമുക്ക് ഈ സമയം തന്ന ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു ഭാഗത്ത് തന്നെ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അല്ല എങ്കിൽ നമ്മൾ ബുദ്ധിയില്ലാത്തവരായിത്തീരും. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സീഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ആത്മീയമായി ആഴത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള 14 ഡിവിഡികൾ അടങ്ങിയ പവർ പോയിന്റ് പ്രസന്റേഷനോട് കൂടിയ പുതിയ സന്ദേശം ബൈബിൾ വിഷൻ. മനുഷ്യൻ ഓടുകയാ എന്തിന്റെ പുറകെ? ഈ ലോകത്തിലെ കാണുന്നതിന്റെ പുറകെ ഓടുകയാ. ഈ ലോകത്തിലുള്ളതിനെ നീ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിലെ കാണുന്നതിന്റെ പുറകെ ഓടുകയാ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ ലോകത്തിലെ നമുക്ക് വേണ്ടി ഇതെല്ലാം ദൈവം ഒരുക്കി കഴിഞ്ഞു എന്നുള്ള സത്യം കർത്താവ് യേശു പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായില്ല. പ്രിയ കുഞ്ഞെ, നീ എന്ത് തിന്നും എന്ത് ഉടുക്കുമെന്ന് നീ വിചാരപ്പെടല്ലേ. നിനക്കിത് വേണമെന്ന് നിന്റെ സ്വർഗസ്ഥനായ ദൈവത്തിന് അറിയാം. ഇതാ മറഞ്ഞു കിടക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം. വാങ്ങുവാൻ താല്പര്യമുള്ളവർ പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടാണ്.
നീ ആദ്യം എന്റെ ഹൃദയത്തിലെ ആഗ്രഹം മനസ്സിലാക്കുക. ആദ്യം ദൈവരാജ്യം നീ അന്വേഷിക്കുക. അതോടുകൂടെ നിനക്ക് വേണ്ടതെല്ലാം അവിടെ ഒരുക്കി കഴിഞ്ഞു. ഇനി ഒരുക്കാൻ പോവുകയല്ല, അവിടെ ഒരുക്കി കഴിഞ്ഞു. ഞാൻ ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ആദത്തിന് വേണ്ട സകലതും ഒരുക്കിയതിനു ശേഷമാണ് ഞാൻ ആദത്തെ ഉണ്ടാക്കിയതെങ്കിൽ നിന്നെ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ട സകലതും ഞാൻ ഒരുക്കി കഴിഞ്ഞു. നീ അതിന്റെ പുറകെയല്ല ഓടേണ്ടത്. നീ എന്റെ ഹൃദയത്തിലെ ആഗ്രഹം മനസ്സിലാക്കുക. നീ ദൈവരാജ്യം അന്വേഷിക്കുക, എന്റെ ഇഷ്ടങ്ങൾ അന്വേഷിക്കുക, അതനുസരിച്ച് നീ പ്രവർത്തിക്കുക. എങ്കിൽ പ്രിയ കുഞ്ഞെ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയതെല്ലാം തക്ക സമയത്ത് നിന്റെ വഴിയിൽ വന്നിരിക്കും. നീ നാളത്തെ ഓർത്ത് വിചാരപ്പെടരുത്. പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശം എന്താണ്? സഭയുടെ ഉദ്ദേശം എന്താണ്? ഇതാണ് നമ്മുടെ ആത്മമണ്ഡലത്തിലെ മനുഷ്യൻ. ഈ പുറത്ത് കാണുന്ന ഭൗതിക ശരീരമാണ് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഇവിടത്തെ മനുഷ്യൻ. ആമേൻ. ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഈ പുറത്തുള്ള മനുഷ്യനിലൂടെ, പുറത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ കേൾക്കുകയാണ്. കർത്താവ് പറയുന്നു, മോനെ മകളെ, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ അകത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ നീ കേൾക്കണം. ആമേൻ. അതിന്റെ പേരാ വെളിപ്പാട്. ആമേൻ. അകത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ നീ കേൾക്കണം. അങ്ങനെ നിങ്ങൾക്ക് വെളിപ്പാടിന്റെ ആത്മാവിനെ തന്നാൽ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി, മനസ്സിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങൾ എന്റെ വിളിയുള്ള ആശ നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ അതുല്യമായ ഇതാ മറഞ്ഞു കിടക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം, ബൈബിൾ വിഷൻ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്പൽ സെന്ററിൽ എല്ലാ മാസവും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ സ്നേഹത്തോടെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. വരിക, ആശ്വാസം പ്രാപിക്കുക. ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് തിരുവചന ധ്യാനത്തിലൂടെ ദൈവം തരുന്ന സമാധാനവും സന്തോഷവും നിത്യജീവനും സൗഖ്യവും പ്രാപിക്കാൻ കർത്താവ് നിങ്ങളെയും ക്ഷണിക്കുന്നു.